ഹലോ മൈ ഡിയേഴ്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ വീഡിയോ വന്നിട്ട് ഒരു കുഞ്ഞു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ്. ഇത് കുറേ നാളുകൾക്ക് ശേഷമാണ് നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ ഞാൻ വന്നിട്ട് എടുത്തത് ഒരു സാറ്റർഡേ ആയിരുന്നു. സാറ്റർഡേ ഈവനിങ്ങിൽ നമ്മളൊന്ന് പുറത്തേക്ക് പോയതായിരുന്നു. അപ്പോൾ തനിമോൾക്ക് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ലീവാണ്. ഇനിയിപ്പോൾ ഏപ്രിലിൽ വീണ്ടും സ്റ്റാർട്ട് ചെയ്യും ക്ലാസ്. പിന്നെ സെക്കൻഡ് സ്റ്റാൻഡേർഡിലേക്കായി തനിമോൾ. അപ്പം ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും. അതിനുശേഷം മെയ്യിൽ വീണ്ടും വെക്കേഷൻ അങ്ങനെയാണ്. അപ്പോൾ നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്, മുന്നത്തെ ഞാൻ ഒരുപാട് വീഡിയോ ചെയ്തിട്ടുണ്ട്, സീവുഡ് ഗ്രാൻഡ് സെൻട്രൽ മോളിൽ തന്നെയാണ്. അപ്പോൾ അവിടെ പോയതിന് ശേഷം നമ്മൾ ഭക്ഷണം കഴിക്കാമെന്നൊക്കെ വിചാരിച്ചിട്ടും പിന്നെ കുറച്ച് തനിമോക്ക് കുറച്ച് സമയം അവിടെ സ്പെൻഡ് ചെയ്യാമെന്നൊക്കെ വിചാരിച്ചിട്ടായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കുറേ നാളായി ഇങ്ങനെ എന്താ പറയുക, തനിമോക്ക് സ്കൂളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഭയങ്കരമായിട്ട് ബോറടിയാണ്. കാരണം നമ്മൾ രണ്ടുപേരും ജോലിക്ക് പോകുന്നു. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ മോളെ ഇവിടെ ഡേ കെയറിൽ വിടുകയാണ് ചെയ്യാറ്. അപ്പോൾ അവൾക്ക് കുറച്ചൊന്ന് എന്താ പറയുക, കുറച്ച് സമയം അവൾക്ക് മോളിലൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവൾക്ക് നല്ല എൻജോയ്മെൻ്റ് ആണ്. അപ്പോൾ അങ്ങനെ നമ്മളിതാ മോളിലെത്തിയിട്ടുണ്ട്. കുറേ ആയിട്ട് ഞാനിപ്പോൾ ക്രാഫ്റ്റ് വീഡിയോസ് ഒന്നും ചെയ്യാറില്ല. അപ്പോൾ കുറേ പേര് എന്നോട് ചോദിക്കുന്നുണ്ട് എന്താ വീഡിയോസ് ഒന്നും അപ്ലോഡ് ചെയ്യാത്തതെന്നുള്ളത്. ആഗ്രഹമുണ്ട്, പക്ഷെ ഒന്നിനും ടൈം കിട്ടാത്തതുകൊണ്ടാണ്. പിന്നെ തനിമോളുടെ പഠിത്തമായാലും നോക്കണം, അതുപോലെ തന്നെ വന്നു കഴിഞ്ഞിട്ടുള്ള വീട്ടിലെ കാര്യങ്ങളായാലും അതും ചെയ്യണം. അതിനിടയിൽ എനിക്ക് യൂട്യൂബും എല്ലാം കൂടി ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റാത്തതുകൊണ്ട് തന്നെയാണ് ഞാനിപ്പോൾ കുറേ ആയിട്ട് വീഡിയോസ് ഇടാത്തത്. പക്ഷേ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെയുള്ള വീഡിയോസ് ഇടണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. തനിമോക്ക് വെക്കേഷൻ വരുന്നതാണ്. അപ്പോൾ കുഴപ്പമൊന്നുമില്ല, നമുക്ക് ഇടയ്ക്കിടയ്ക്കായിട്ട് ഇതുപോലെ വീഡിയോസ് ഇടാം. പിന്നെ നമ്മുടെ കുട്ടി സബ്സ്ക്രൈബേഴ്സിനൊക്കെ വെക്കേഷൻ വരികയാണ്. അപ്പോൾ നമ്മളിവിടെ ഫുഡ് കഴിക്കാൻ കയറിയിട്ടുണ്ടായിരുന്നത് അരോമാസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റെസ്റ്റോറൻറ്റിലായിരുന്നു. അപ്പോൾ അവിടുന്ന് ഫസ്റ്റ് ടൈമാണ് നമ്മൾ അവിടെ പോയിട്ട് ഫുഡ് കഴിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ കഴിക്കാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് അവിടുന്ന് അവിടെ ഒരു കോമ്പറ്റീഷൻ പോലെയെന്ന് പറയാൻ പറ്റില്ല, അവിടെ ഒരു ഇതുണ്ടായിരുന്നു. അപ്പോൾ അവിടുന്ന് നമ്മൾക്ക് മത്സരിച്ച ഏട്ടന് പ്രൈസായിട്ട് ഒരു വൗച്ചർ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ കിട്ടിയ വൗച്ചറിൽ അവിടെ 500 rupees ഓഫാണ്. അപ്പോൾ നമ്മൾ അവിടെ നിന്നും കഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ 500 rupees നമ്മൾക്ക് ഓഫർ പ്രൈസിന് നമ്മൾക്ക് അവിടെ നിന്ന് കഴിക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ അവിടെ കയറിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ കൂപ്പൺ വെച്ചിട്ട് നമ്മൾ അവിടെ കയറിയതായിരുന്നു. അപ്പോൾ അവിടെ ഒരുപാട് സാലഡ്സും അങ്ങനെ എന്താ പറയുക, ബർഗറും പിസ്സ എല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ സാലഡ്സ് ആയിരുന്നു വാങ്ങിയിട്ടുണ്ടായിരുന്നു, വെജ് സാലഡാണ്. നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ടൈമാണ് നമ്മൾ അവിടുന്ന് ഫുഡ് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം നല്ല ഇഷ്ടമായിട്ടുണ്ട്. എന്താ പറയുക, അതിൻ്റെ ആ ഒരു ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എവിടെയെങ്കിലും നിങ്ങൾ നാട്ടിലെവിടെയെങ്കിലും ഈ ഒരു റെസ്റ്റോറൻറ്റ് എന്നുണ്ടെങ്കിൽ കയറി നോക്കി അവിടുത്തെ സാലഡ്സൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, നല്ല ടേസ്റ്റാണ്. പിന്നെ എല്ലാവർക്കും ഇപ്പോൾ സ്കൂളൊക്കെ അടച്ചിട്ടുണ്ടാവുമല്ലോ, എല്ലാവരും ക്രാഫ്റ്റും വീഡിയോസും അങ്ങനെയൊക്കെ കാണുന്ന ടൈമാണ്. ഒരുപാട് നമ്മളിപ്പം വെക്കേഷൻ ടൈമിൽ എന്താ പറയുക, നമ്മൾ വെറുതെ ഇരിക്കുകയാണ്. അപ്പോൾ ആ ഒരു സമയത്ത് എല്ലാവരും ക്രാഫ്റ്റൊക്കെ ചെയ്യാറുണ്ടാവും. അപ്പോൾ എൻ്റെ കുറേ പഴയ വീഡിയോസ് കുറേ ഉണ്ട് കേട്ടോ. അപ്പം അതൊക്കെ പുതിയതായിട്ട് ആരെങ്കിലും എൻ്റെ വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ എന്താ പറയുക, ആ വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കുക. ഒരുപാട് നല്ല ക്രാഫ്റ്റ് വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. പിന്നെ ബെസ്റ്റ് ഔട്ട് ഓഫ് വേസ്റ്റാണ് നമ്മൾ കൂടുതലായിട്ടും ചെയ്യാറുണ്ടായിരുന്നത്. ബോട്ടിൽ ആർട്ടൊക്കെ നമ്മൾ കുറേ ചെയ്തിട്ടുണ്ടല്ലേ. അപ്പോൾ അതൊക്കെ കാണാത്തവർ പുതിയ കുട്ടി സബ്സ്ക്രൈബേഴ്സൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കണ്ടു നോക്കുക. ഇനിയിപ്പോൾ വലിയ പാരൻസ് കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിൽ എൻ്റെ ഈ ഒരു ചാനലിൽ തന്നെ ഒരുപാട് ക്രാഫ്റ്റ് വീഡിയോസ് ഞാൻ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, കുട്ടികൾക്ക് കാണിച്ചു കൊടുക്കുക. അപ്പോൾ അവർക്ക് എന്താ പറയുക, ചെയ്ത് കഴിയുമ്പോൾ അവർക്കും എന്താ പറയുക, വെക്കേഷൻ ടൈമിൽ നമുക്ക് വെറുതെ നമ്മൾ ടൈം കളയുന്നതിന് പകരം നമ്മൾക്ക് ഇതുപോലെയുള്ള ആക്ടിവിറ്റീസിലൊക്കെ നമ്മൾ എന്താ പറയുക ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഒരുപാട് എന്താ പറയുക, നമ്മൾ സമയം നമ്മൾക്ക് വെറുതെ പോവില്ല കേട്ടോ. നമ്മൾക്ക് നല്ല വെക്കേഷൻ നമ്മൾക്ക് നല്ല രീതിയിൽ സ്പെൻഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരുപാട് ഇപ്പോൾ കുറേ ക്രാഫ്റ്റ് കോഴ്സുകളും അതുപോലെ തന്നെ ഡാൻസ് ആയാലും പാട്ടായാലും ഒരുപാട് കോഴ്സുകളൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ളതിനൊക്കെ ജോയിൻ ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനലിൽ കയറിയിട്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും പുതിയ നല്ല വീഡിയോസും നല്ല ക്രാഫ്റ്റ് വീഡിയോസ് കാണണമെന്നാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിലുണ്ട്, എല്ലാവരും കണ്ടു നോക്കുക കേട്ടോ. പിന്നെ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നത് തന്നെ ഞാൻ വിചാരിക്കുന്നുണ്ട്. കുറേ ആയി നമ്മുടെ സബ്സ്ക്രൈബേഴ്സൊക്കെ നമ്മളെ വീഡിയോസിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നത്. ഒരുപാട് പേര് കമൻറ്റ് ചെയ്യാറുണ്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്യൂ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ടൈം കിട്ടാത്തതുകൊണ്ട് മാത്രമാണ്. അപ്പോൾ ഇതുപോലുള്ള വ്ളോഗ്സൊക്കെ ഞാൻ മാക്സിമം അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കാം. പിന്നെ പറ്റുന്നതാണെങ്കിൽ ഇടയിലൊക്കെ നമുക്ക് ക്രാഫ്റ്റ് വീഡിയോസും ഇടാം. പിന്നെ പഴയ ക്രാഫ്റ്റ് വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കിയാൽ സപ്പോർട്ട് ചെയ്യാം കേട്ടോ.
പിന്നെ കാര്യമായിട്ടൊന്നുമില്ല. അപ്പോൾ ഇത്രയൊക്കെയാണ്. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ വീഡിയോ ഒരു കുഞ്ഞ് എന്താ പറയുക ഒരു വ്ളോഗ് വീഡിയോ ആണ് ഞാനിവിടെ അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിരുന്നെങ്കിൽ വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. പിന്നെ അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു വെക്കേഷൻ ടൈമിൽ വെറുതെ ഇരുന്ന് ടൈം കളയുന്നതാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ക്രാഫ്റ്റ് ചാനലൊന്ന് അവർക്ക് നമ്മുടെ ഈ ഒരു ചാനലിൻ്റെ ലിങ്കൊക്കെ ഒന്ന് അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അവർക്കും കൂടെ ഈ ഒരു വീഡിയോ ഒരുപാട് യൂസ്ഫുൾ ആവട്ടെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വീണ്ടും നമ്മൾക്ക് നല്ല നല്ല വീഡിയോസായിട്ട് ഇനിയും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വ്ളോഗ്സ് വീഡിയോസും അതുപോലെ തന്നെ ക്രാഫ്റ്റ് വീഡിയോസായിട്ട് നമുക്ക് ഇനിയും വരുന്ന വീഡിയോസിലൊക്കെ കാണാം. അപ്പോൾ അത്രയേ ഉള്ളൂ. ദിസ് ഈസ് മീ ശില്പ നവനീത് സൈനിങ് ഓഫ്. ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്. ലവ് യു ഓൾ.